ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി. കൊള്ളാം. ഏത് കോഫി? നീ അവന്റെ കീപ്പാണോടി? ഒപ്പന്റെ കീപ്പോ? മേനോൻ സാറിന്റെ കീപ്പ് പങ്കജാക്ഷി ചേച്ചിയല്ലേ? പങ്കജാക്ഷി ചേച്ചിയോ? അവൾ എവിടെയാടി? എനിക്ക് അവളൊന്ന് കാണണമല്ലോ. ചേച്ചി കുറെ അകലെ ഒരു വീട്ടിലാണ്. ചേച്ചിയുടെ കസ്റ്റഡിയിൽ ഒരു 8-10 എണ്ണമുണ്ട്. അപ്പൊ പപ്പന് നല്ല വരുമാനമായിരിക്കും. ആ ഗോപിനി വന്നോ? ആ ഭാർഗവം വന്ന് നിന്നെ കൊല്ലൂന്നൊക്കെ പോയിട്ട് ഒന്നും നടന്നില്ലേ? കൊന്നതുപോലെ തന്നെ. നോ സ്ലീപ്പ്, ഉറക്കമില്ല. എടാ ഇങ്ങനെ പേടിച്ചാലോ? നിനക്ക് എന്തറിയാം? വാട്ട് ഡു യു നോ? എന്താ സുഖമില്ലാത്ത പോലെ? ഒരു പനി പോലെ. പനിയുണ്ടല്ലോ. ഞാൻ മരുന്ന് കൊണ്ടുവരാം. കച്ചവടത്തിനൊന്നും പോണ്ട, സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. മോനെ, വെയിലത്ത് വെക്കേണ്ടത് എപ്പോഴും വെയിലത്ത് തന്നെ വെക്കണം. തണുപ്പത്ത് വെച്ചാൽ കേട് വരും. 4 ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇവിടെ കൂനി പിടിച്ചിരുന്ന അപ്പ കാണാൻ എന്റെ പോലെ നമ്മുടെ ആവി പോവും. ഒട്ടും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഈ കഠിനാധ്വാനം ഒന്ന് നിർത്തിക്കൂടെ? ഇക്ക ഇനി ജോലി ചെയ്യണ്ട. ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് വിശ്രമിച്ചൂടെ? വിശ്രമിക്കുമ്പോഴല്ല ഇക്കാക്ക് സന്തോഷം, അധ്വാനിക്കുമ്പോൾ. മരണം വരെ പണിയെടുത്ത് ജീവിക്കാനുള്ള കരുത്ത് പടച്ചതമ്പുരാൻ തരണമെന്ന ഒരൊറ്റ പ്രാർത്ഥന ഇക്കാക്കുള്ളൂ. നിങ്ങൾ ഞമ്മക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും, അപ്പോഴേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഡോക്ടർ, ബെഡ് നമ്പർ 9 വളരെ കൂടുതലാ. എന്നെ ഇഷ്ടപ്പെട്ടോ? നീ എന്നെ പ്രേമിക്കാനുള്ളവർക്കാണ്? അതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ എന്നറിയണം. എന്റെ ആവശ്യം ഒരു വലിയ രഹസ്യം പറയാനുണ്ട്. രഹസ്യം? ഞാനറിയാത്ത രഹസ്യം? അതെ, മേനോന്റെ അടുക്കൽ നിന്ന് വിലപിടിപ്പുള്ള ഒരു വൈരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കൊള്ളാം, മിടുക്കിയാണല്ലോ നീ. അതാരും അറിയാതെ വിറ്റ് പണമാക്കിയാൽ പപ്പാതി. എന്തു പറയുന്നു, സാധിക്കുമോ? പറയാനെന്തിരിക്കുന്നു? വൈരം അവിടെ? ഇവിടെ ഉണ്ട്. ഓ, എടുക്കാൻ വിഷമുള്ള സ്ഥലത്താണല്ലോ ഇവിടെ. സാമർത്ഥ്യം പോലെ ഇരിക്കും. ഞാനെടുത്തു തരില്ല. ഞാൻ തന്നെ എടുക്കാം. സൗകര്യങ്ങളൊക്കെ ഇല്ലേ? ആ കൊള്ളാം. ഞാൻ ആദ്യമായി നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോകും. ഏൽപ്പിക്കൂ. എന്റെ കേട്, എന്റെ ഒരു വൈരം നഷ്ടപ്പെട്ടു, മോഷണം പോയതാ. ഓ, അങ്ങനെയാണോ? ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആഹാ, എങ്ങനെയെങ്കിലും ആ ഒന്ന് കണ്ടുപിടിച്ച് തരണം. ഇവിടെ ഉള്ളവരിൽ ആരെങ്കിലും ആയിരിക്കും എടുത്തത്. അതെങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുമല്ലേ? മേനോൻ, എടാ പപ്പ, കൊലക്കത്തി ഭാർഗവനെ അളക്കരുത്. ഭാർഗവനെ അളക്കാൻ നിന്റെ കയ്യിൽ പാത്രങ്ങളില്ല, ഓർത്തോ? ഭാർഗവ, നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ എനിക്ക് ബോധ്യമായി, പെണ്ണും പണവും ഒന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല. നീ സമർത്ഥനാണ്, നിന്നെയാണ് എനിക്ക് വേണ്ടത്. എടുത്തോ, എന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഉപയോഗിച്ചോ. പക്ഷെ ഒരു കാര്യം, ഭാർഗവനോട് കളിക്കാം, ഭാർഗവനെ കളിപ്പിക്കരുത്. ഇല്ല ഭാർഗവ, ഇന്നു മുതൽ ഞാനും നീ ഒന്ന്. നീ അറിയാത്ത ഒരു രഹസ്യങ്ങളും എനിക്കില്ല. ഇല്ലേ? ഇല്ല. ഇപ്പൊ ഒരു രഹസ്യമുണ്ടല്ലോ. എന്താ? പങ്കജാക്ഷിയുടെ വീട്. അത് ഫൂൾ! ഞാൻ അറിയാത്ത ഒരു രഹസ്യം നിനക്കില്ല, അല്ലേടാ? എനിക്കറിയാനും പാടില്ലാത്ത യാതൊരു രഹസ്യവും ഈ നാട്ടിലില്ല. ഇത് ഭാർഗവനാണ്, കരിമ്പുലി ഭാർഗവൻ. എനിക്ക് സന്തോഷം, വളരെ സന്തോഷം.
ഭാർഗവനെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് നീ അവളോട് പറഞ്ഞോ? ഇല്ല സർ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ പറയുമോ സാർ? പങ്കജാക്ഷി അവളുടെ വീടിനെയും കുറിച്ച് ആരാണ് അവളോട് പറഞ്ഞത്? അത് എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ ആരാ? ഭാർഗവൻ, കരിമ്പുലി ഭാർഗവൻ. കൊലക്കത്തി ഭാർഗവൻ. വരണം വരണം, ഇരിക്കണം. നിങ്ങൾ രണ്ടുപേര് വരുന്നുണ്ടെന്ന് മുതലാളി അറിയിച്ചിരുന്നു. നീയാണോ ചരക്ക്? പിന്നെ ഫൈറ്റെന്നാണ്, നമുക്ക് പോകാം, മുതലാവില്ല. നീ ആണോടി പങ്കജാക്ഷി? ഇത് നല്ല ചോദ്യം. എന്റെ പൊന്നു പാർവതി സാറേ, എന്നോട് ഇത് വേണോ? എന്നെ അറിയാത്തൊരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അല്ല, ഇത് ആര്? വാസുകളിയാണോ? സുഖം തന്നെയാണോ? നീ ഇവിടെ വന്നു ഇറങ്ങടാ പുറത്ത്. കുറയ്ക്കാതെ പോടാ പട്ടി. ഈ പട്ടി കുറയ്ക്കുള്ളൂ, കടിക്കില്ല. പാസു, നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വന്നു? നിങ്ങളെ രണ്ടുപേരെയും മുതലാളി വിളിച്ചിരുന്നു. പോ. ചുമ്മാ അങ്ങ് പോവാതെ ഒന്നും കൂടി കുറച്ചിട്ട് പോവും. ഈ വാസു നിങ്ങളെ കാണൂടാ. കാണേണ്ടത് പോലൊരു ദിവസം കാണും. നീ പോടാ. വരൂ, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. മാമ്പഴം? ഇവിടെ ജീവനുള്ള മാമ്പഴമൊന്നും ഇല്ലടി. ഇല്ലെന്ന് വിചാരിച്ചോ? എന്നാ വിളിക്കില്ലാത്തിനെയും. അപ്പോഴൊന്ന് ധൃതിയായോ? വിളിക്കാം. എടീ, എല്ലാരും ഇങ്ങോട്ട് വരി. നിന്റെ പേരെന്താടി? അംബുജം. ഗോപി, ഇവരെല്ലാം നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാണ്. അതാണ് ഈ പുണ്യസ്ഥലത്ത് തന്നെ വന്നത്. മനസ്സിലായോ? അങ്ങോട്ട് പോകണ്ട. അവളുടെ അടുത്ത് ആരും പോകാറില്ല. അവൾക്ക് ഭ്രാന്ത, ചിലപ്പോ ഉപദ്രവിക്കും. എല്ലാവരും അകത്തേക്ക് പോകണം. ചേട്ടാ വരൂ, നമുക്ക് പോകാം. അപ്പൊ അതിലോ? അവര് പൊയ്ക്കോട്ടെ, ചേട്ടന് ഞാനില്ലേ. എന്റെ അടുത്ത് വരരുത്, അടികൊണ്ടു. എന്റെ അടുത്ത് വന്നവരെല്ലാം അടികൊണ്ട് ഓടിയിട്ടുണ്ട്. വരാതെ പൊയ്ക്കോ, എനിക്ക് ഭ്രാന്താണ്. എന്നെ കൊല്ലും ഞാൻ. പൊയ്ക്കോ, പൊയ്ക്കോ. നിന്റെ വേലൊക്കെ കൈയിരിക്കട്ടെ. എല്ലാരെയും കളിപ്പിക്കുന്നത് പോലെ എന്നെ കളിപ്പിക്കാമെന്ന് നീ കരുതണ്ട. ഞാൻ ആരാണെന്ന് അറിയാമോ? കരിമ്പുലി ഭാർഗവൻ. സത്യം പറ, നിനക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് കണ്ണില്ല മുഖത്ത്. കണ്ടാൽ അറിഞ്ഞൂടെ എനിക്ക് ഭ്രാന്താണെന്ന്? ഇല്ല, നിനക്ക് ഭ്രാന്തില്ല. നീ എന്തിന് ഭ്രാന്ത് അഭിനയിക്കുന്നു? തുറന്നു പറ. നിന്നെപ്പോലെ ഇവിടെ വരുന്ന മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനു വേണ്ടി തന്നെയാണ്. നീ അത്രയ്ക്ക് പരിശുദ്ധിയാണോ? ഒരിക്കലും ഒരു മൃഗം എന്നെ ഉപദ്രവിച്ചു, അവനെന്നെ നശിപ്പിച്ചു. എങ്കിലും എന്റെ മനസ്സ് പരിശുദ്ധമാണ്. ഏത് മൃഗം? ഞാൻ കൂലിപ്പണിക്ക് പോയിരുന്ന സ്ഥലത്തെ കോൺട്രാക്ടർ TKP മേനോൻ. മാനവും മര്യാദയുമായി കഴിഞ്ഞിരുന്ന എന്നെ അയാൾ പിടിച്ചുകൊണ്ടുവന്ന് ഈ നരകത്തിൽ തള്ളി. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ? ഒരിക്കൽ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. ആർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്യാൻ ആശിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതിനു വേണ്ടി ഞാൻ ജീവിച്ചേ പറ്റൂ. അനുജനോ? അതാര്? ഇല്ല, ഞാൻ പറയില്ല. പറഞ്ഞാൽ എന്റെ അനുജനെ എനിക്ക് ജീവനോടെ കാണാൻ സാധിച്ചില്ലെന്ന് വരും. ദയവായി എന്നോട് ഒന്നും ചോദിക്കരുത്. ഞാൻ പറയില്ല, പറയില്ല. ഗോപിയോടുണ്ട്. എന്താ ഇത്ര വേഗം പോകുന്നത്?